അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു കുഞ്ഞ് ബർത്ത്ഡേയുടെയും അന്നത്തെ ദിവസം ഞങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തെന്നുള്ളത് ആയിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് കേക്ക് കട്ട് ചെയ്തു. ഞങ്ങൾ പള്ളിയിൽ പോയി. രാവിലെ മെൽബൺ സിറ്റിയിലോട്ട് ഉള്ള ഞങ്ങളുടെ യാത്രയാണ്. 24 hours ഇൻ മെൽബൺ സിറ്റി. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 45 minutes ഉള്ളൂ മെൽബൺ സിറ്റിയിലോട്ട്. അവിടെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും അവിടെ പോയ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ആദ്യമേ നമ്മൾ പോകുന്നത് അപ്സൈഡ് ഡൗൺ ഹൗസ് എന്ന് പറഞ്ഞ ഡോക്ക്ലാൻഡ്സിൽ, മെൽബണിലെ ഡോക്ക്ലാൻഡ്സിലുള്ള മിക്ക സ്ഥലങ്ങളിലും ഉള്ളതാണ്, മിക്ക രാജ്യങ്ങളിലും ഉള്ളതാണ്. അവിടെ അതിനകത്ത് ഞങ്ങൾ കയറി. ഞങ്ങളുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയും കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാം. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് 2-3 ഫോട്ടോയും കൂടെ ആഡ് ചെയ്തേക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന ഇമാജിനേറ്റർ എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസിലാണ്. അതൊരു സൗണ്ടിൻ്റെയും വിഷ്വലിൻ്റെയൊക്കെ ഒരു വേറെ തന്നെ ലോകമാണ്. പിള്ളേർക്കും അതുപോലെ അഡൾട്ട്സിനും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കുഞ്ഞു കുഞ്ഞു മെയ്സുകളും എസ്കേപ്പ് റൂമും ജമ്പിങ് പുല്ലും അങ്ങനെയായിട്ട് സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങൾ അതും ശരിക്കും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ കൊച്ചിനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ റിവർ ക്രൂസിങ്ങിനാണ് പോയത്. അത് നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. കൊച്ചുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം അത് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ചെറിയ ഒരു 1 hour ക്രൂസിനാണ് കയറിയത്. ക്രൂസിങ്ങിന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മടുത്തു പോകും.
സിറ്റിയിലെ മെയിൻ അട്രാക്ഷൻസും അവിടുത്തെ ചരിത്രങ്ങളുമൊക്കെ പറഞ്ഞൊരു പൊരുവെയിലത്തുള്ളൊരു ക്രൂസായിരുന്നു. അതുകൊണ്ട് അങ്ങ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. മെൽബൺ സിറ്റിയിലെ ഒട്ടുമിക്ക ഹോട്ടൽസും എല്ലാം നമുക്ക് ഈ പോകുന്ന വഴി കാണാമായിരുന്നു. ഇപ്പോൾ ഈ മുമ്പിൽ കാണുന്നതാണ് മെൽബൺ സ്റ്റാർ. എല്ലാവർക്കും അറിയായിരിക്കും. പഴയ പ്രതാപമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരത് വർക്ക് ചെയ്യിപ്പിക്കത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആർക്കും അത് കയറാനുള്ള അവസരം കിട്ടുന്നില്ല. ഇവിടെ കുറേ പഴയ ബോളിവുഡ് മൂവീസിൻ്റെയൊക്കെ സോങ്സൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. സലാം നമസ്തേ പോലുള്ള പടങ്ങളൊക്കെ. ക്രൂസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. ഇപ്പോഴാണ് റൂമിൽ പോകുന്നത്. അവിടെ പോയി ചെക്ക് ഇൻ ചെയ്തു. അപ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം 7 മണിയൊക്കെ ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ പുറത്തോട്ടുള്ള വ്യൂ, മെൽബൺ സ്റ്റാറിൻ്റെ വ്യൂ. ചെക്ക് ഇൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓടിപ്പോയി പൂളിൽ ചാടുമായിരുന്നു. കാരണം 9 മണിക്ക് പൂൾ അടയ്ക്കുന്നതുകൊണ്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1.5 മണിക്കൂർ പൂളിൽ ശരിക്കും എൻജോയ് ചെയ്തു. പൂള് കഴിഞ്ഞ് നേരെ താഴത്തെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അന്ന് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ നേരെ സെൻറ്റ് പോൾസ് കത്തീഡ്രലിൽ പോയി. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയാണിത്. അവിടെ ഒരു അപ്പാപ്പൻ പുള്ളിയുടെ ക്യാൻവാസിൽ ഫ്ലിൻഡേഴ്സ് സ്റ്റേഷൻ്റെ പടം ഭയങ്കര അടിപൊളിയായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ നടന്നു പോയത് ഈ കാണുന്ന ഈ അടിപൊളി സ്ട്രീറ്റിലോട്ടാണ്. കുറേ ആൾക്കാരവിടെ വരികയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വഴി തെറ്റി തിരിച്ചു വരുന്ന വഴിക്കാണ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഇങ്ങോട്ട് കയറിക്കോ, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് തള്ളി ഞങ്ങളെ ഒരു ആർട്ട് സ്റ്റുഡിയോയിലോട്ട് കയറ്റിയത്. ഏതായാലും കയറിയത് വേസ്റ്റായില്ല. കുറേ നല്ല ആർട്ട് വർക്ക് കാണാൻ പറ്റി. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പോൾ കൊച്ചാണെങ്കിൽ നല്ലതായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് കിട്ടിയ ട്രാമും പിടിച്ച് ഞങ്ങൾ ലഞ്ചൊക്കെ പോയി കഴിച്ച് പിന്നെ വണ്ടി പാർക്ക് ചെയ്തത് ഹോട്ടലിലായതുകൊണ്ട് അവിടെ പോയി വണ്ടി എടുത്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. വീണ്ടും അടുത്ത പ്രാവശ്യം കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.